സ്വർലോകത്തിലും ഭൂലോകത്തിലും പാതാള ലോകത്തിലുമുള്ള സകല മുഴങ്കാലും മടങ്ങുകയും മനുഷ്യർ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന വ്യാജ ദൈവങ്ങളും ആൾ ദൈവങ്ങളുമടക്കം സകലരുടെയും നാവുകൾ കർത്താവ് എന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നത് ഏതൊരു നാമത്തെയാണോ ആ നാമത്തിനുടയവനായ യേശുക്രിസ്തു എന്ന സാക്ഷാൽ ലോകരക്ഷിതാവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. പത്തനാപുരത്തെ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ മതിലിൽ എഴുതി വച്ചിരുന്ന ബൈബിൾ വചനത്തിൽ നിന്നും വിഗ്രഹാരാധികൾ എന്ന വാക്ക് സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് ഹിന്ദു മതഭീകരന്മാർ മായ്പിച്ച് കളഞ്ഞ വിഷയത്തിൽ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നുവല്ലോ. ആ വീഡിയോ കണ്ട് സാമാന്യം നന്നായി തന്നെ കുരുപൊട്ടിയ വിനോദ് എന്നൊരു സനാതനി ഇറക്കിയ വീഡിയോയുടെ ലിങ്ക് പല സഹോദരങ്ങളും എനിക്ക് അയച്ചു തരികയുണ്ടായി. ഈ വിനോദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഹിന്ദുമതത്തെക്കുറിച്ചോ ഹിന്ദു മതഗ്രന്ഥങ്ങളെക്കുറിച്ചോ കാൽ കാശിൻ്റെ വിവരമില്ല എന്നുള്ള കാര്യം ഞാൻ മുൻപേ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനത്ര വില കൊടുത്തിരുന്നില്ല ആ വീഡിയോയ്ക്ക്. അത് മറുപടി കൊടുക്കേണ്ട ഒന്നായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാൽ പിന്നീട് ചില സഹോദരന്മാർ എനിക്കതിൻ്റെ ആ വീഡിയോയിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ആ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു. ലിങ്ക് അയച്ച സമയത്ത് ഞാൻ ആ വീഡിയോ കാണുകയുണ്ടായില്ല, ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. എന്നാൽ ആ ക്ലിപ്പ് അയച്ചു തന്നു. ക്ലിപ്പ് കണ്ടപ്പോഴാണ് എനിക്ക് ഒട്ടും സമയമില്ലാതെ ഇരുന്നിട്ടും അവനൊരു മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ച് വീഡിയോ ഇപ്പം ചെയ്യുന്നത്. ഇത് ഒന്നാമത്തെ എപ്പിസോഡാണ്. ദൈവം അനുവദിക്കുന്നതനുസരിച്ച് അടുത്ത എപ്പിസോഡുകൾ കൂടി ഞങ്ങൾ ഇറക്കുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്ന ക്രിസ്ത്യാനികളോട് ഞാനൊരു കാര്യം തുടക്കത്തിലേ പറയാം. നിങ്ങൾ അമിത ആത്മീയരാണെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്നത് നിർത്തുക. ഇവിടെ വെച്ച് നിർത്തിയിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോകണം, സ്കിപ്പ് ചെയ്ത് പോകണം. കാരണം നിങ്ങളെപ്പോലെയുള്ള അമിതാത്മീയർക്ക് കേൾക്കാൻ പറ്റിയ വീഡിയോ അല്ല ഇത്. പിന്നെ ഒരു ഹിന്ദുമത ആചാര്യനായിരിക്കുന്ന ആളെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് ഈ വീഡിയോയ്ക്ക് കീഴിൽ കമൻ്റ് ഇടാൻ കൈധരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഹിന്ദുക്കളുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, ഹിന്ദുമത ആചാര്യനാണ് എന്നും പറഞ്ഞ് ബോർഡ് വെച്ച് നടക്കുന്നവൻ മറ്റുള്ളവരുടെ തന്തയ്ക്ക് വിളിച്ചാൽ ഇത്രയൊക്കെ ബഹുമാനമേ തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അത് മറക്കരുത്. ഈ ബഹുമാനം എന്ന് പറയുന്നത് ഏകപക്ഷീയമായി കൊടുത്ത് എനിക്ക് ശീലമില്ല. പരസ്പര ബഹുമാനത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചാണ് എനിക്ക് ശീലം. ഇനിയിപ്പോൾ എതിർപക്ഷത്തുള്ള ആൾക്ക് എൻ്റെ ബഹുമാനം വേണ്ട എന്നാണെങ്കിൽ അതിനെനിക്ക് വിരോധമൊന്നുമില്ല. ശരി, വേണ്ടെങ്കിൽ വേണ്ട, അതനുസരിച്ച് ഞാൻ ഇടപെട്ടോളാം. നിങ്ങളുടെ ആചാര്യൻ്റെ സംഭാഷണ ശകലം ഞാൻ കേൾപ്പിക്കാം. അവൻ ആദ്യം പ്രതിപക്ഷ ബഹുമാനം അഭിനയിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിലും അഭിനയം അധിക നേരം തുടരാൻ അവന് സാധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ യഥാർത്ഥ സ്വഭാവം, ആ സനാതന സ്വഭാവം ഉണ്ടല്ലോ, ആ സംസ്കാരത്തിൻ്റെ സ്വഭാവം അത് വെളിയിൽ വന്നു. ഹിന്ദുമത ആചാര്യനാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരുത്തനെ ചുമക്കാൻ വരരുത് എന്നേ എനിക്ക് ഹിന്ദുക്കളോട് പറയാനുള്ളൂ. നിങ്ങളുടെ ആചാര്യൻ്റെ മൊഴിമുത്തുകളൊന്ന് കേട്ടു നോക്കിക്കോ. ഈ പറയുന്ന അനിൽ അയ്യപ്പൻ വായിച്ച ഭാഗവതം അനിൽ അയ്യപ്പന്റെ തന്ത എഴുതിയതാണോ എന്നൊക്കെ സംശയമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആ വാക്കുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അനിൽ അയ്യപ്പന്റെ തന്ത എഴുതിയിട്ടുള്ള ഭാഗവതത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഇതാണ് ഭാഗവതം, കണ്ടിട്ടല്ലേ പറയാം. ഇത് മാത്രമല്ല, വേറെയുള്ള ഭാഗവതമുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ തന്ത എഴുതിയ ഭാഗവതം ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത്. എൻ്റെ സംസ്കാരത്തിന് ഞാൻ തിരിച്ച് അവൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നില്ല. അതെൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ച മര്യാദയാണ് എന്നതിനേക്കാൾ ഉപരി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിച്ച മര്യാദയാണ്. എന്നുവെച്ച് എൻ്റെ തന്തയ്ക്ക് വിളിച്ചവനെ കയറി സ്വാമി, ആചാര്യ എന്നൊക്കെ ബഹുമാനപുരസരം സംബോധന ചെയ്തുകൊണ്ട് വിധേയത്വത്തോടെ ഞാൻ സംസാരിക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. മൂഢന് താൻ ജ്ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവൻ്റെ ഭോഷത്വത്തിന് ഒത്തവണ്ണം അവനോട് ഉത്തരം പറയുക എന്നാണ് ബൈബിളിൽ കൽപ്പനയുള്ളത്. അതുകൊണ്ട് ആ രീതിയിലുള്ള മറുപടിയാണ് ഞാൻ നൽകുക. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിനോദ വീഡിയോയിൽ എന്നെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിയമ നടപടി എന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ക്ലിപ്പ് കേൾക്കാം. അപ്പൊ അതിനെ ന്യായീകരിച്ചു കൊണ്ടുവന്ന അനിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഈ പാസ്റ്റർക്ക് ഒരു മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന അനിൽ അയ്യപ്പൻ പറയുന്ന വിഡ്ഢിത്തല്ല. അദ്ദേഹം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് ഹിന്ദു ധർമ്മത്തിനെതിരെയുള്ള ഒരു പോർവിളിയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയവുമായിട്ട് നിയമപരമായി പോയി കഴിഞ്ഞാൽ അനിൽ അയ്യപ്പൻ കുടുങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹം
ഇതിന് കൃത്യമായി ഒരു മാപ്പ് പറയാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് പോലെ ഭീഷണിപ്പെടുത്തുക, അടിക്കുക, പിടിക്കുക, ഇതൊന്നും നമ്മുടെ വഴിയല്ല. നമ്മൾ സനാതനധർമ്മ വിശ്വാസികളായ ആൾക്കാർ അദ്ദേഹം പറയുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കാനുള്ള ഒരു അവസരം, അത് അദ്ദേഹം തിരുത്തുന്നില്ല എങ്കിൽ നിയമപരമായിട്ട് നമുക്ക് പോകാം. ഏതായാലും അദ്ദേഹത്തിന്റെ അഗാധമായ പാണ്ഡിത്യം നമുക്ക് എന്താണെന്ന് നോക്കാം. സനാതനി വിനോദ് ആകെ കലിപ്പിലാണ്. ഞാൻ മാപ്പ് പറയണോ അത്രേ, ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും പോലും. അയ്യോ വിനോദേ, നിന്റെ വക്കീൽ നോട്ടീസ് വരുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ ഞാൻ ശരിക്കും അങ്ങോട്ട് പേടിച്ചു പോയിട്ടാ. വിനോദിൻ്റെ ഈ വീരവാദം കേട്ടപ്പോൾ എനിക്ക് കാർന്നോന്മാർ പറയുന്നൊരു ചൊല്ലാണ് ഓർമ്മ വന്നത്. അരി എറിഞ്ഞാൽ 1000 കാക്ക. അതായത് കുറച്ച് അരി എറിഞ്ഞാൽ അവിടെ കൂടുന്ന കാക്കകളെ പോലെയാണ് വിനോദിൻ്റെ ഈ ബഹളം. നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ അത് കാണാൻ കുറച്ച് ആൾക്കാരുണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒച്ചപ്പാട് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഈ നിയമ നടപടി എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. വിനോദേ, എന്നെക്കൊണ്ട് മാപ്പ് പറയിപ്പിക്കാമെന്നത് വിനോദിൻ്റെ വെറും വ്യാമോഹം മാത്രമാണ്. ആ വ്യാമോഹം നീ 8 മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. ഞങ്ങളെ ഒരു വീഡിയോ ചെയ്യുന്നത് വിനോദിനെ പോലെ രാവിലെ എഴുന്നേറ്റ് ക്യാമറയുടെ മുമ്പിൽ വന്ന് വായിൽ തോന്നിയ കാര്യങ്ങൾ കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ വിളിച്ചു കൂവിയിട്ടല്ല. കൃത്യമായ റിസർച്ച് നടത്തിയിട്ട് ദിവസങ്ങൾ, ചിലപ്പോൾ ആഴ്ചകളോളം റിസർച്ച് നടത്തി അതിൻ്റെ പരമാവധി മൂലഗ്രന്ഥങ്ങളിൽ പോയി പരിശോധിച്ച്, പിന്നെ പരിഭാഷകൾ, ഗീതാ പ്രസ് ഉൾപ്പെടെയുള്ളവർ ഇറക്കിയ പല പരിഭാഷകളും, അതായത് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഉള്ള പല പരിഭാഷകളൊക്കെ വായിച്ച് നോക്കിയിട്ട് തന്നെയാണ്, അരിച്ച് പെറുക്കി പഠിച്ചിട്ട് തന്നെയാണ് വിനോദെ ഞങ്ങൾ ഓരോ വീഡിയോയും ഇറക്കുന്നത്. അങ്ങനെ ഇറക്കുന്ന വീഡിയോകൾ പിൻവലിക്കാനോ അതിൻ്റെ പേരിൽ മാപ്പ് പറയാനോ ഞങ്ങളെ കിട്ടില്ല. അതുകൊണ്ട് ആ നിയമ നടപടി എന്നൊക്കെയുള്ള ഉമ്മാക്കി ഉണ്ടല്ലോ, അത് കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട, പേടിക്കില്ല. ഞങ്ങളെ ജനുസ് വേറെയാണ്, രക്തം വേറെയാണ് വിനോദ. ഇത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ദൈവം ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, അത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതിൻ്റെ മുമ്പിലൊന്നും ഞങ്ങൾ പതറിപ്പോവുകയില്ല. പിന്നെ വിനോദിൻ്റെ വെല്ലുവിളി നിയമപരമായി നേരിടുമെന്നൊക്കെയാണല്ലോ തള്ള്. വിനോദം, ഞാൻ അങ്ങോട്ട് വിനോദിനെ വെല്ലുവിളിക്കുന്നു. വിനോദിൻ്റെ കഴുത്തിൽ കിടപ്പുണ്ടല്ലോ ഒരു കാവി വസ്ത്രം, വിനോദ് അതിനെ ഷാളെന്നോ ഉത്തരീയമെന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. പക്ഷേ എനിക്കത് വെറും കാവി കൗബീന തുണി മാത്രമാണ്. വിനോദ് കഴുത്തിലിട്ടിരിക്കുന്ന ആ കാവി കൗബീനത്തിന് വിനോദ് എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിനോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ വിനോദ് എനിക്കെതിരെ കേസ് കൊടുക്കണം, നിയമ നടപടി സ്വീകരിക്കണം. ഞാൻ വെല്ലുവിളിക്കുകയാണ് വിനോദിനെ. അതല്ല, വിനോദിൻ്റെ വീഡിയോ കാണാൻ വരുന്ന പാവപ്പെട്ട ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി, വെറും പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയാണ് ആ കാവി കൗബീന തുണി കഴുത്തിൽ ഇട്ടിരിക്കുന്നതെങ്കിൽ വിനോദ് കേസ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടേ, അത് കുഴപ്പമില്ല, അങ്ങനെ തന്നെയൊക്കെ അങ്ങോട്ട് പോക്കോ. ഇതൊരു വെല്ലുവിളിയാണ് വിനോദേ. വിനോദിന് ആംബിയർ ഉണ്ടെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. സത്യത്തിൽ വിനോദ് എനിക്കെതിരെ കേസ് കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം കോടതിയിൽ വെച്ച് വിനോദിന് സമ്മതിക്കേണ്ടി വരും. വിനോദിൻ്റെ പണ്ഡിതന്മാർ സ്വന്തം മതഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങൾ തിരുത്തിയിട്ടുണ്ടെന്ന്, സ്വന്തം മതഗ്രന്ഥങ്ങളിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് കോടതിയിൽ വിനോദ് തന്നെ തെളിയിക്കും. അല്ലെങ്കിൽ വിനോദിനെ കൊണ്ട് ഞങ്ങൾ തെളിയിപ്പിക്കും. മനസ്സിലായ? വിനോദിനെ കൊണ്ട് ഞങ്ങൾ ചെയ്യിപ്പിക്കും. ആ നാണക്കേട് താങ്ങാനുള്ള കെൽപ്പുണ്ടെങ്കിൽ മാത്രം വിനോദ് എനിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് വന്നാൽ മതിയെന്ന് ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. ആഴമറിയാതെ ആറ്റിൽ ഇറങ്ങരുത് എന്ന് കാരണവന്മാർ പറയാറുള്ളത് വിനോദ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേട്ടോ, ആഴമറിയാതെ ആറ്റിലിറങ്ങാൻ നിൽക്കരുത്. ഞങ്ങൾ ഇറങ്ങുന്നത് കൃത്യമായ തെളിവുകളുടെ ബലത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എവിടെയും ധൈര്യത്തോടെ നിൽക്കുന്നത് കേട്ടാ. അടുത്തതായി വിനോദ് പറയുന്നത് മഹാ കോമഡിയാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളുണ്ടല്ലോ, അത് ബൈബിളിലുള്ള വചനങ്ങളല്ല എന്നാണ് വിനോദ് പറയുന്നത്. നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം. എൻ്റെ മതിലിന് ഞാൻ മറ്റുള്ളവർക്ക് മാനസികമായി പ്രയാസമുണ്ടാക്കുന്ന ഒരു വാക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് ആർക്കും അതിനെതിരെ നടപടിയെടുക്കാം. അതാണ് അവിടെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. വിശദമായ കാര്യങ്ങൾ അറിയില്ല. ഏതായാലും മതിലിന്റെ മുകളിൽ എഴുതിയത് മായ്പിച്ചു, അല്ലെങ്കിൽ സ്പ്രേ പെയിന്റ് അടിച്ചു മായ്ച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ ഞാനടക്കം കണ്ടതാണ്. പക്ഷെ അവിടെ അദ്ദേഹം മായ്ച്ചിരിക്കുന്നത് അവരുടെ ബൈബിൾ വചനമല്ല, മറിച്ച് ഒരു വിശ്വാസത്തെ ചവിട്ടിത്താഴ്ത്തുന്ന തരത്തിലുള്ള ഒരു വാക്ക് മാത്രമാണ് മായ്ച്ചിട്ടുള്ളത്. വിനോദിൻ്റെ കണ്ടുപിടുത്തം കേട്ടല്ലോ.
മതിലിൽ എഴുതി വച്ചിരുന്നത് ബൈബിൾ വചനമല്ല, മറിച്ച് ഹിന്ദുക്കളെ ചവിട്ടിത്താഴ്ത്തുന്ന ഒരു വാക്കാണത്രേ. വിനോദേ, അല്പജ്ഞാനം വളരെ അപകടമാണെന്ന് കാരണവന്മാർ പറയുന്നത് വെറുതെ അല്ല. ബൈബിളിലെ പുതിയ നിയമത്തിൽ കൊരിന്ത്യർക്കുള്ള 1 ലേഖനം 6 അധ്യായം 9 വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് ബൈബിൾ വചനമല്ല എന്ന് പറയാൻ വിനോദ ആരാണ്? അവിടെ എഴുതിയിരിക്കുന്നത് വിഗ്രഹാരാധികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്നാണല്ലോ. ഇത് കേൾക്കുമ്പോൾ വിനോദിനും കൂട്ടർക്കും എന്തിനാണ് ഇങ്ങനെ കുരുപൊട്ടുന്നത്? എന്തിനാ ഇങ്ങനെ കുരുപൊട്ടുന്നത് വിനോദേ? ഈ ദൈവരാജ്യം എന്ന് പറയുന്നതേ ബൈബിളിലെ ഒരു കൺസെപ്റ്റാണ്. ബൈബിളിലെ കൺസെപ്റ്റാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ചവർക്ക് മാത്രമുള്ളതാണ് ദൈവരാജ്യം എന്നാണ് ബൈബിൾ പറയുന്നത്. അല്ലാതെ വിനോദിൻ്റെ ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യം ചെയ്താൽ കിട്ടുന്ന സ്വർഗമോ അല്ലെങ്കിൽ അന്തമില്ലാത്ത ജനിമൃതികളിൽ നിന്നുള്ള മോക്ഷമോ മുക്തിയോ അല്ല ബൈബിൾ പറയുന്ന ദൈവരാജ്യം. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട് എന്താണ് ദൈവരാജ്യം എന്നത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. അപ്പോൾ ലളിതമായിട്ട് ചോദിച്ചാൽ വിനോദിന് ഞങ്ങളുടെ ദൈവരാജ്യത്തിൽ വരാൻ വല്ല ആഗ്രഹവും ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. വിനോദ് വിശ്വസിക്കുന്നത് കർമ്മഫലത്തിലും പുനർജന്മത്തിലും ഒക്കെയാണ്. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് കണ്ട് വിനോദ് എന്തിനാണ് വിറളി പിടിക്കുന്നത്? എന്തിനാ? ഇത് ഞാനൊരു ഉദാഹരണം വഴി പറഞ്ഞു തരാം. ഈ ടിക്കറ്റ് എടുക്കാത്തവർക്ക് സിനിമാ തിയേറ്ററിൽ പ്രവേശനമില്ല എന്നൊരു ബോർഡ് വെച്ച് അത് കണ്ടു കഴിഞ്ഞാൽ സിനിമ കാണാൻ ഉദ്ദേശമില്ലാത്ത വഴിയിൽ കൂടെ പോകുന്ന ഒരാൾ അത് കണ്ട് അയ്യോ എന്നെ അപമാനിച്ചേ എന്നും പറഞ്ഞ് നിലവിളിക്കുമോ? ഇല്ല. കാരണം അയാൾക്ക് ആ തിയേറ്ററിൽ കയറേണ്ട, അത് അയാളെ ബാധിക്കുന്ന കേസേ അല്ല. മനസ്സിലായ? ഇവിടെ ക്രിസ്ത്യാനികളോട് പൗലോസ് പറയുകയാണ്, മക്കളെ നിങ്ങൾ വിഗ്രഹാരാധന നടത്തിയാൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല എന്ന്. മനസ്സിലായ? കൊറിന്തിലുള്ള വിശ്വാസികളോട് പറയുന്നത്. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങൾ വിഗ്രഹാരാധന നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല, ദൈവരാജ്യമില്ല. അപ്പോൾ ദൈവരാജ്യം എന്ന കൺസെപ്റ്റ് ഇല്ലാത്ത, ആ കൺസെപ്റ്റ് ബൈബിളിൽ മാത്രമേ ഉള്ളൂ, ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കൺസെപ്റ്റ് ഇല്ലാത്ത, ദൈവരാജ്യത്തിൽ വിശ്വസിക്കാത്ത, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമില്ലാത്ത വിനോദിനും മറ്റ് ഹിന്ദുക്കൾക്കും ഇതിലെന്താണ് കാര്യം? ഇതിലെന്താ കാര്യം നിങ്ങൾക്ക്? സത്യത്തിൽ വിനോദിൻ്റെ പ്രശ്നം വേറെയാണ്. വിഗ്രഹാരാധന തെറ്റാണെന്നും അത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ തടസ്സമാണെന്നും അവിടെ എഴുതി വച്ചിരിക്കുന്നത് കാണുമ്പോൾ അത് വായിക്കുന്ന സാധാരണക്കാരായ ഹിന്ദുക്കൾ ചിന്തിച്ചു തുടങ്ങും എന്ന പേടിയാണ് വിനോദിനെ. അവർ ചിന്തിക്കാൻ തുടങ്ങും, ദൈവരാജ്യം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലേ അപ്പോൾ. അപ്പോൾ സത്യദൈവമുണ്ട്, ആ സത്യദൈവത്തിൻ്റെ രാജ്യം, അതാണ് ദൈവരാജ്യം. അപ്പോൾ ആ ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ വിഗ്രഹാരാധനയൊന്നും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിഗ്രഹാരാധന അവർ ഉപേക്ഷിച്ച് ഈ ദൈവരാജ്യം അന്വേഷിച്ച് പോകുമോ എന്നുള്ള ഭയമാണ് ഇവർക്ക്. ഇത് സകല സംഖ്യകൾക്കുണ്ട്, വിനോദിന് മാത്രമല്ല, എല്ലാ സംഖ്യകളുടെയും പേടി ഇതാണ്. ഈ ഹിന്ദുക്കൾ സത്യം അറിയുമോ? സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത്രയും നാളും പറഞ്ഞ് അവരെ പറ്റിച്ചു വെച്ചിരുന്ന ആ കള്ളക്കഥകളൊക്കെ വിട്ട് സത്യദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവർ പോകുമോ എന്നുള്ള ഭയമാണ്. ആ ഭയം ഉള്ളത് കൊണ്ടാണ് അവർ ബൈബിളിനും ക്രിസ്ത്യാനികൾക്കുമെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിനോദിനോട് പറയാനുള്ളത്, 1 കൊരിന്ത്യർ 6:9 ബൈബിൾ വചനമല്ല എന്ന് തള്ളുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്കി. മനസ്സിലായ? പിന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ദൈവരാജ്യത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ കണ്ട് നെഞ്ചത്തടിച്ച് കരയാതെ സ്വന്തം കാര്യം നോക്കി പോകുന്നതാണ് ബുദ്ധി കേട്ടാ. ഇനി ഇതിന് ശേഷമാണ് വിനോദിൻ്റെ CID ലെവലിലുള്ള കണ്ടുപിടുത്തങ്ങൾ വരുന്നത്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം കേട്ടല്ലോ. ഇവിടെ അദ്ദേഹം പറഞ്ഞറിയോ, അദ്ദേഹം ഈ ഒരു പാസ്റ്ററുടെ മതിലിൽ വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ച ബൈബിൾ വചനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മതിൽ മായ്ക്കുന്ന സമയത്ത് അതിന്റെ ചിത്രം അടക്കം അദ്ദേഹം തന്നെ കൊടുത്തത് നമ്മൾ കണ്ടല്ലോ, ഞാൻ കൊടുത്തതല്ല. ആ മതിലിന്റെ പഴക്കവും അതിന്റെ തിളക്കവും കണ്ടാൽ അറിയാം അത് വർഷങ്ങളോളം പഴക്കമുള്ളതാണോ എന്ന്. കാരണം ഈ വാചകം സമീപകാലത്ത് എഴുതിയതാണ് എന്നുള്ളത് കൃത്യമായിട്ട് തെളിവാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അതുപോലെ വിഗ്രഹാരാധന നടത്തുന്ന ഹിന്ദു വിഭാഗത്തിന് മാത്രം ഉദ്ദേശിച്ച് എഴുതിയതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ വിനോദേ, നിനക്ക് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ മന്ദബുദ്ധി എന്നെങ്കിലും വിളിച്ചേനെ. ഇതിപ്പോൾ അങ്ങനെ വിളിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണല്ലോ നീ ഇപ്പോൾ ഉള്ളത്. നിൻ്റെ ഈ വകതിരിവില്ലാത്ത വർത്തമാനം കേൾക്കുമ്പോൾ സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ വിനോദേ. വിനോദിൻ്റെ വലിയൊരു കണ്ടുപിടുത്തം നിങ്ങൾ കേട്ടല്ലോ, മതിലിലെ എഴുത്തിന് നല്ല തിളക്കമുണ്ടത്രേ. അതുകൊണ്ട് അത് ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി കുറച്ച് നാൾ മുമ്പ് എഴുതിയതാണ്. എൻ്റെ വിനോദേ, സാമാന്യബോധം എന്ന് പറയുന്ന സാധനം അങ്ങാടിയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതല്ല.
മനസ്സിലായി? അത് കാശ് കൊടുത്ത് അങ്ങാടിയിൽ വാങ്ങിക്കാൻ കിട്ടുന്നില്ല. അത് ഉള്ളിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. എൻ്റെ അന്വേഷണത്തിൽ അറിഞ്ഞത് ആ മതിലിൽ ഏതാണ്ട് 20 വർഷത്തോളമായി ആ ബൈബിൾ വചനമുണ്ട്. ആ ബൈബിൾ വചനം മാത്രമല്ല, വേറെയും പല വാക്യങ്ങളുണ്ട്. അപ്പോൾ ഒരു വീടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെയിൻ്റ് അടിക്കും. അങ്ങനെ പെയിൻ്റ് അടിച്ച് മതിൽ വൃത്തിയാക്കുന്ന സമയത്ത് സ്വാഭാവികമായി പഴയ എഴുത്ത് മായും. അപ്പോൾ വീട്ടുകാർ അത് വീണ്ടും എഴുതി വയ്ക്കും. ആ പഴയ വചനം തന്നെ വീണ്ടും എഴുതി വയ്ക്കും. അപ്പോൾ പുതിയ പെയിൻറ്റിൻ്റെ മുകളിൽ പുതിയ പെയിൻറ്റ് ഉപയോഗിച്ച് എഴുതിയാൽ അതിന് തിളക്കം ഉണ്ടാകും വിനോദേ. അല്ലാതെ പായൽ പിടിച്ച മതിലിൽ ആരും പെയിൻറ്റ് കൊണ്ടൊന്നും എഴുതാറില്ല. പുതിയ പെയിൻ്റ് അടിച്ചാൽ തിളങ്ങും. അതൊരു സാമാന്യമായിട്ടുള്ളൊരു അറിവാണ്. ആ അറിവ് പോലും ഇല്ലാത്ത നിങ്ങളൊക്കെയാണോ ഹൈന്ദവ ആചാര്യം എന്നും പറഞ്ഞ് നടക്കുന്നത്? പിന്നെ വിനോദ് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 20 വർഷമായി ആ മതിൽ അവിടെയുണ്ട്, ആ വചനവും അവിടെയുണ്ട്. അന്നൊന്നും പൊട്ടാത്ത എന്ത് വികാരമാണ് ഇപ്പോൾ അവിടെ പൊട്ടിയത്? 20 കൊല്ലമായിട്ട് പൊട്ടാത്ത ആ കുരു അതെന്തുകൊണ്ടാണ് ഇപ്പോൾ പൊട്ടിയത്? അതിനുള്ള ഉത്തരവ് ഞാൻ പറഞ്ഞു തരാം. ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആ വാർഡിൽ ജയിച്ചത് ഒരു BJP മെമ്പറാണ്. ജയിപ്പിച്ചത് ആരാണെന്നറിയോ? കുറേ സംഘീയ അടിമകളായ ക്രിസ്ത്യൻ നാമധാരികൾ, സംഘീദാസന്മാരുണ്ട്, സംഘീയ അടിമകൾ. അവരുടെ വോട്ട് വാങ്ങി ജയിച്ചു കയറിയ ഉടനെ ആ BJP മെമ്പർ തൻ്റെ തനിനിറം കാണിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. ഏതായാലും ഇതൊരു ടെസ്റ്റ് ഡോസാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കണ്ടിട്ടെങ്കിലും BJPക്ക് വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്ന സംഘീയ അടിമകളായ ക്രിസ്ത്യാനികളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. വെറും ഒരു വാർഡ് മെമ്പർ സ്ഥാനം കിട്ടിയപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ നാളെ ഒരു പഞ്ചായത്തോ നിയമസഭയോ ഒക്കെ ഇവരുടെ കയ്യിൽ കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? സ്വന്തം വീട്ടുമതിലിൽ ബൈബിൾ വാക്യങ്ങൾ എഴുതി വെക്കാനുള്ള അവകാശം ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്നുള്ളത് പോട്ടെ, അതിപ്പോൾ എഴുതി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വയ്ക്കാം. പക്ഷെ നിങ്ങളുടെ ആരാധനാലയങ്ങൾക്കുള്ളിൽ സത്യദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിങ്ങൾക്കുണ്ടാകില്ല. ഉത്തരേന്ത്യയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വീഡിയോകളൊക്കെ പലതും കണ്ടു കാണുമല്ലോ. ആരാധന നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് കയറി ചെന്നിട്ട് ജയ് ശ്രീറാം വിളിക്കലാന്നും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതൊക്കെ തന്നെ ഈ സംഖ്യകൾ ഇവിടെയും ചെയ്യും. മനസ്സിലായ? നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്ത് അവരെയൊക്കെ അധികാരത്തിലെത്തിച്ചാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ വിനോദിൻ്റെ മറ്റൊരു ബ്രില്യൻസ് കണ്ടു. വിഗ്രഹാരാധികൾ എന്ന വാക്ക് ഹിന്ദുക്കളെ മാത്രം ഉദ്ദേശിച്ചാണത്രേ എഴുതി വച്ചിരിക്കുന്നതെന്ന്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ്ലീഹ കൊറിന്ത്യർക്ക് കത്തെഴുതിയതേ ഈ 2025 കേരളത്തിലുള്ള ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണെന്ന് നീ പറഞ്ഞില്ലല്ലോ. അതിലെനിക്ക് സന്തോഷമുണ്ട്. വിനോദിൻ്റെ നിലവാരം വെച്ച് ആ രീതിയിലുള്ള ഡയലോഗാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇവന്മാർ പണ്ടേ തന്നെ ഞങ്ങളെ ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കാനാണ് ഇങ്ങനെയുള്ളതൊക്കെ ബൈബിളിൽ എഴുതി വെച്ചതെന്ന്. അത് ഇപ്പം മതിലിലെ മാത്രമേ അവർ പറഞ്ഞുള്ളൂ, ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കാനാണ് മതിലിൽ എഴുതി വെച്ചതെന്ന്. പക്ഷേ വിനോദിൻ്റെ നിലവാരം വെച്ച് അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. ബൈബിള് തന്നെ ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമാണെന്ന് പറയേണ്ടുന്ന അതാണ് ഇവരുടെയൊക്കെ നിലവാരം. ആയതാൽ അങ്ങനെ പറഞ്ഞില്ല, സന്തോഷം. വിനോദിൻ്റെ കോമഡികൾ അവസാനിക്കുന്നില്ല, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. കാരണം അദ്ദേഹം പറയുന്നു ഇത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് ക്രിസ്ത്യാനികളോട് പറഞ്ഞതാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്താണ് അത് എഴുതേണ്ടത്? ഈ പറയുന്ന വ്യഭിചാരികളും ദുർനടപ്പുകാരും പുരുഷകാമികളും ഇങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടത്തിൽ ക്രിസ്ത്യൻ വിഗ്രഹാരാധികൾ എന്ന് പറയണ്ടേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ വിഗ്രഹാരാധികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം ഇവിടെ വിഗ്രഹാരാധന നടത്തുന്നത് ക്ഷേത്രങ്ങളിലാണ്, അത് ഹിന്ദു വിഭാഗമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അവരെ ഉദ്ദേശിച്ച് മാത്രം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഗ്രഹാരാധികൾ എന്ന് എഴുതാം, അങ്ങനെ എഴുതിയിട്ടില്ല. അപ്പൊ ആ ഒന്നിനെയാണ് ന്യായീകരിച്ചും കൊണ്ട് നമ്മുടെ അനിൽ അയ്യപ്പൻ വന്നിരിക്കുന്നത്. വിനോദേ, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നിന്റെ ആ ലോജിക്ക് ഉണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. വിഗ്രഹാരാധികൾ എന്ന് മാത്രം പോരാ, ക്രിസ്ത്യൻ വിഗ്രഹാരാധികൾ എന്നുകൂടി എഴുതി ചേർക്കണമായിരുന്നു അല്ലേ? എന്നാലേ വിനോദിന് സമാധാനമാകൂ. ക്രിസ്ത്യൻ വിഗ്രഹാരാധികൾ അങ്ങനെ എഴുതണമായിരുന്നു. എൻ്റെ വിനോദേ, ഈ ബൈബിൾ എന്ന് പറയുന്നത് വിനോദിൻ്റെ സനാതന മതഗ്രന്ഥങ്ങൾ പോലെയാണെന്നാണോ വിനോദിൻ്റെ വിചാരം? തോന്നുമ്പോൾ എഡിറ്റ് ചെയ്യാനും സൗകര്യത്തിനനുസരിച്ച് വരികൾ കൂട്ടിച്ചേർക്കാനും. ഇത് സനാതന ഗ്രന്ഥമല്ല, ഇത് സനാതന മതക്കാരുടെ ആ ചവറ് ഗ്രന്ഥങ്ങളല്ല. ഇത് ദൈവവചനമാണ്. മനസ്സിലായോ? മതിലിൽ എഴുതിയത് ഞങ്ങളുടെ വേദപുസ്തകത്തിലെ വചനമാണ്. അത് ബൈബിളിൽ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ മാത്രമേ ക്രിസ്ത്യാനിക്ക് എഴുതി വയ്ക്കാൻ പറ്റൂ. അല്ലാതെ ഈ വിനോദിനെ പോലെയുള്ള സംഖ്യകൾക്ക് കുരു പൊട്ടാതിരിക്കാൻ വേണ്ടി അതിലൊരൽപ്പം വെള്ളം ചേർത്തുകൊണ്ട് എഴുതി വയ്ക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. മനസ്സിലായ? അങ്ങനൊരു കാര്യം ഞങ്ങൾ ചെയ്യില്ല. പക്ഷെ സത്യം പറയാലോ, വിനോദ് ഇങ്ങനെ ഒരു മണ്ടത്തര ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യം അത് കേട്ടിട്ട് ചിരിയാണ് വന്നതെങ്കിലും സത്യം പറഞ്ഞാൽ പിന്നെ എനിക്ക് വിനോദിനോട് സഹതാപമാണ് തോന്നിയത്. സത്യമായിട്ട് സഹതാപം തോന്നി. കാരണം വിനോദ് ഇങ്ങനെ പറയാൻ വളരെ വ്യക്തമായൊരു കാരണമുണ്ട്.
സ്വന്തം മതഗ്രന്ഥങ്ങൾ കാലാകാലങ്ങളായി പലരും ചേർന്ന് വെട്ടിത്തിരുത്തിയും കൂട്ടിച്ചേർത്തും തിരുത്തി എഴുതിയും കണ്ട് ശീലിച്ചത് കൊണ്ടാകണം ബൈബിളും അങ്ങനെ തിരുത്താമെന്ന് വിനോദ് തെറ്റിദ്ധരിച്ചത്. ഗീതാ പ്രസ്സുകാരൊക്കെ കാണിച്ച കത്രിക വയ്ക്കൽ പരിപാടി ഉണ്ടല്ലോ, സെൻസർ ചെയ്യുന്ന പരിപാടി, അതൊക്കെ കണ്ടു വളർന്ന വിനോദിന് ബൈബിൾ കാണുമ്പോഴും കൈധരിക്കും, ഇതിലും കുറച്ച് എഡിറ്റിംഗ് ആവാമല്ലോ എന്നൊക്കെ തോന്നും. വിനോദേ, സ്വന്തം തറവാട്ടിലെ ശീലം വെച്ച് അയൽവക്കത്തെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കരുത് കേട്ടാ. സനാതന മതഗ്രന്ഥങ്ങളിൽ നടന്ന എഡിറ്റിംഗ് പണികൾക്കുള്ള തെളിവുകൾ ഞാൻ തരാം. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊന്നും വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ കൃത്യമായിട്ട് റിസർച്ച് നടത്തി തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടേ ഞങ്ങൾ വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് വിനോദിന് അങ്ങനെ പറയാൻ തോന്നിയതെന്ന്. അത് വെറും വിഗ്രഹാരാധികൾ എന്നല്ല, ക്രിസ്ത്യൻ വിഗ്രഹാരാധികൾ എന്ന് പറയണമെന്ന് വിനോദിന് തോന്നാനുള്ള കാരണം. ഈ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ വിവർത്തനം ചെയ്ത ശ്രീ മഹാഭാരതം 1-ാം വോള്യത്തിൻ്റെ 48 മുതൽ 50 വരെയുള്ള പേജുകളിൽ ശ്രീ AD ഹരിശർമ്മ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ വായിക്കാം. AD ഹരിശർമ്മ ഒരു പണ്ഡിതനാണ്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഈ മഹാഭാരതം അതിന് മുമ്പ് ചില ആൾക്കാരൊക്കെ ഇറക്കിയിരുന്നു. പക്ഷെ അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. അച്ചടിപ്പശകൾ മുതൽ പല പല അബദ്ധങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് പരിഷ്കരിച്ച് മെച്ചപ്പെടുത്തി ശുദ്ധിപത്രമൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടൊക്കെ ഇറക്കണം എന്ന് വെച്ചിട്ടാണ് ഇത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട്, അതായത് മുൻപത്തെ എഡിഷനുകളൊക്കെ പരിശോധിച്ച് അതിൽ വന്നിരിക്കുന്ന തെറ്റുകളൊക്കെ തിരുത്തി വളരെ നല്ല ഒരു കോപ്പി ഇറക്കാൻ വേണ്ടിയിട്ടാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ 3 ആളുകളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിലൊരാൾ ഈ AD ഹരിശർമ്മയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, തുടക്കത്തിൽ അത് എഴുതുന്നുണ്ട്. അവിടെ എങ്ങനെയൊക്കെയാണ് അതിനുവേണ്ടി താൻ കഷ്ടപ്പെട്ടത്, താൻ മാത്രമല്ല വേറെ 2 പേര്, അവരൊക്കെ കഷ്ടപ്പെട്ടതും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ അതിനോടുള്ള ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഇത് ഏത് മൂലഗ്രന്ഥം വെച്ചിട്ടാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഈ മലയാള പരിഭാഷ തയ്യാറാക്കിയതെന്ന് അറിഞ്ഞുകൂടാ. അതൊക്കെയാണ് പറയുന്നത്. ഞാനതൊന്ന് വായിക്കാം. മൂലഗ്രന്ഥം ഏത്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തർജ്ജമയ്ക്ക് ഉപയോഗിച്ച മൂലഗ്രന്ഥം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പുസ്തക പരിശോധന അല്പം എളുപ്പത്തിൽ സാധിക്കാമായിരുന്നു. മഹാഭാരതത്തിൻ്റെ മൂലഗ്രന്ഥങ്ങൾക്കുള്ള പരസ്പര വൈരുദ്ധ്യത്തെപ്പറ്റി മുകളിൽ ഒരു ദിക്കിൽ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. കിട്ടിയിടത്തോളം പുസ്തകങ്ങളുടെ അനുഭവം വെച്ച് നോക്കിയാൽ സംസ്കൃതത്തിലെ ഏതെങ്കിലും 2 പതിപ്പുകൾ ഏകരൂപമായി കാണുമോ എന്ന് സംശയമാണ്. തന്നിഷ്ടം പോലെ പാഠം മാറ്റുന്ന സമ്പ്രദായം ഓരോരുത്തരും സ്വീകരിച്ചിട്ടുണ്ട്. മഹാഭാരത കാലത്ത് മാംസഭക്ഷണം സാധാരണമായിരുന്നു എന്ന് ഭാരതത്തിലെ ഏത് ഭാഗം പരിശോധിച്ചാലും കാണാം. നെയ്യിൽ പൊരിച്ച ഗോമാംസം വിശിഷ്ടാതിഥികളെ സൽക്കരിക്കാനുള്ള പ്രത്യേക വിഭവങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ആധുനിക കാലത്ത് ഭാരതം അച്ചടിപ്പിച്ച ഏതോ ചിലർ ഇതിൽ പതുക്കെ ചില മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. സാക്ഷാൽ വേദവ്യാസൻ എഴുതിയത് മായ്ച്ചു കളയാൻ പ്രിന്റിംഗ് പ്രസ്സിലെ എഡിറ്റർമാർ വിചാരിച്ചാൽ സാധിക്കുമെന്നാണ് ഹരിശർമ്മ ഇവിടെ പറയുന്നത്. വിനോദിൻ്റെ സ്വന്തം തറവാട്ടിലെ കാര്യങ്ങൾ എത്ര ദയനീയമാണെന്ന് വിനോദിന് അറിയാമോ? സ്വന്തം മതഗ്രന്ഥങ്ങൾ തന്നിഷ്ടം പോലെ വെട്ടിത്തിരുത്തുന്ന ഒരു പാരമ്പര്യമാണ് വിനോദിന് ഉള്ളത്, അല്ലെങ്കിൽ വിനോദിൻ്റെ ആ മതത്തിനുള്ളത് എന്ന് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ ഉപയോഗിച്ച മഹാഭാരതത്തിൻ്റെ മൂലഗ്രന്ഥം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. കാരണം സംസ്കൃതത്തിൽ ലഭ്യമായ മഹാഭാരതത്തിൻ്റെ 2 പുസ്തകങ്ങൾ എടുത്താൽ, സംസ്കൃതത്തിലുള്ളത് കേട്ടോ, പരിഭാഷകളല്ല പറയുന്നത്, മൂലഭാഷയിൽ സംസ്കൃതത്തിലുള്ള 2 എടുത്താൽ അത് തമ്മിൽ ഒരു ബന്ധമില്ലാത്ത അവസ്ഥയാണ്. അതാണ് വിനോദിൻ്റെ ഈ സനാതന ഗ്രന്ഥങ്ങളുടെ സ്റ്റാൻഡേർഡ്. 2 തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ മഹാഭാരത കാലത്തെ മെനു കാർഡാണ്. മെനു കാർഡ് ഉമ്മാർ തിരുത്തി. കാരണം പണ്ട് ഭാരതത്തിൽ മാംസഭക്ഷണം സർവ്വസാധാരണമായിരുന്നു. വെറും മാംസമല്ല കേട്ടോ, നെയ്യിൽ പൊരിച്ച ഗോമാംസം. നെയ്യിൽ പൊരിച്ച ഗോമാംസം, പശുവിറച്ചി നല്ല കുരുമുളകൊക്കെ ഇട്ട് നെയ്യിൽ പൊരിച്ചെടുത്ത് വിശിഷ്ടാതിഥികൾക്ക് കൊടുത്തിരുന്ന സ്പെഷ്യൽ വിഭവമായിരുന്നു എന്ന് ഇവരുടെ തന്നെ പുസ്തകങ്ങൾ, അതായത് മഹാഭാരതത്തിലൊക്കെ അത് പറയുന്നുണ്ട്. പക്ഷേ ഈ ആധുനിക കാലത്തെ ഗോസംരക്ഷകരുണ്ടല്ലോ, ആ ഗോസംരക്ഷകർക്ക് അതങ്ങോട്ട് ദഹിച്ചില്ല. അപ്പോൾ അവരെന്താണ് ചെയ്തതെന്നറിയോ? വ്യാസൻ എഴുതി വെച്ച ശ്ലോകങ്ങളിൽ കൈ കടത്തി ഗോമാംസവും മാംസവും ഒക്കെ വെട്ടിമാറ്റി
പാണ്ഡവരെയും കൗരവരെയൊക്കെ നിർബന്ധിച്ച് പച്ചക്കറികൾ തിന്നുന്ന വെജിറ്റേറിയൻസ് ആക്കി മാറ്റി, വേഗനിസത്തിലേക്ക് കൊണ്ടുപോയി അവന്മാരെ. ഇതിനെയാണ് വിനോദെ തന്നിഷ്ടം പോലെ പാഠം മാറ്റുന്ന സമ്പ്രദായം എന്ന് പച്ച മലയാളത്തിൽ പറയുന്നത്. അതായത് വിനോദിൻ്റെയൊക്കെ മതപണ്ഡിതന്മാർക്ക് എപ്പോഴാണോ മൂഡ് മാറുന്നത് അപ്പോൾ അവർ ഗ്രന്ഥം തിരുത്തും. ഇന്ന് അവർക്ക് ഗോമാംസം ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് വെട്ടിമാറ്റി. നാളെ അവർക്ക് നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ അതും വെട്ടിമാറ്റും. മറ്റൊന്നിനി വേറെ എന്തെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ അതും വെട്ടിമാറ്റും. എന്തെങ്കിലും ചേർക്കണോ എന്നെങ്കിൽ അതും ചേർക്കുകയും ചെയ്യും. വെട്ടിമാറ്റൽ മാത്രമല്ല കേട്ടോ, ചേർക്കലുണ്ട്. ഇതൊക്കെയുണ്ട്, വെറുതെ പറയുന്നതല്ല. അതെ, ഹരിശർമ്മ തന്നെ അതിനുള്ള തെളിവൊക്കെ തരുന്നുണ്ട്, നമുക്ക് വായിക്കാമെന്നേ പിന്നീട്. അപ്പോൾ തോന്നുന്നവർക്ക് തോന്നുന്ന കാര്യങ്ങൾ തോന്നിയ പോലെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന വിക്കിപീഡിയ പേജുകളേക്കാൾ കഷ്ടമാണ് വിനോദിൻ്റെ മതഗ്രന്ഥങ്ങളുടെ അവസ്ഥ. വ്യാസൻ എഴുതിയതിനെ തിരുത്താൻ ഒരു മടിയുമില്ല ഈ വിനോദിൻ്റെ മതത്തിലെ മതക്കാർക്ക്. മനസ്സിലായോ? മതത്തിലെ പണ്ഡിതന്മാർ മാത്രമല്ല, പ്രസ്സിലെ ജോലിക്കാർ വരെ തിരുത്തും. ഇതാണ് അവസ്ഥ. ബൈബിളിലെ വചനം കണ്ട് കുരുപൊട്ടുന്ന വിനോദ് ആദ്യം ചെയ്യേണ്ടത് സ്വന്തം മതഗ്രന്ഥങ്ങളിൽ നടന്ന ഈ മാംസം വെട്ടിമാറ്റൽ ഉണ്ടല്ലോ, ആ ശസ്ത്രക്രിയ, അത് അതിനെക്കുറിച്ച് പഠിക്കലാണ്. മനസ്സിലായ? അത് പഠിക്കുക. നെയ്യിൽ പൊരിച്ച ഗോമാംസം കഴിച്ചിരുന്ന പൂർവികരെ വെറും പച്ചില തിന്നുന്നവരാക്കി മാറ്റിയ ആ എഡിറ്റിംഗ് ബുദ്ധി സമ്മതിക്കണം കേട്ടോ. ആംബിയർ ഉണ്ടെങ്കിൽ അതിനെതിരെ വീഡിയോ ചെയ്യ് വിനോദേ, ചെയ്യേ. ഇത്രയും വലിയ കൃത്രിമം സ്വന്തം മതഗ്രന്ഥങ്ങളിൽ നടന്നിട്ടും അതൊന്നും കാണാതെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനം എടുത്തിട്ട് പറയണം ഇതൊന്നും ബൈബിളിലത്തെ ഉള്ളതല്ല. ഒന്ന്. രണ്ടാമത് ഇനിയിപ്പോൾ ബൈബിളിലെ വാക്യമാണെങ്കിൽ അങ്ങനെയല്ല എഴുതേണ്ടിയിരുന്നത്, അത് നിങ്ങളുടേതായ കൂട്ടിച്ചേർക്കലും വേണം. വിഗ്രഹാരാധികളാണെന്ന് ബൈബിളിലുണ്ടെങ്കിൽ വിഗ്രഹാരാധികളെന്ന് മാത്രം പോരാ, ക്രിസ്ത്യൻ വിഗ്രഹാരാധികളെന്ന് കൂട്ടിച്ചേർക്കണം എന്നൊക്കെ പറഞ്ഞു നടക്കാൻ നാണമില്ലേ വിനോദേ? സ്വന്തം കണ്ണിൽ ഗോമാംസം ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ വരല്ലേ വിനോദേ കേട്ടാ. അതായത് നമുക്ക് ബാക്കി വായിക്കാം. ഒരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാം. വനപർവ്വത്തിൻ്റെ ആരംഭത്തിൽ അധ്യായം 2 പാണ്ഡവരെ അനുഗമിച്ച് കാട്ടിലേക്ക് പോകാനൊരുങ്ങിയ ബ്രാഹ്മണരും യുധിഷ്ഠിരനുമായി നടക്കുന്ന ഒരു സംഭാഷണമുണ്ട്. അവിടെ തങ്ങളുടെ സർവസ്വവും ദുര്യോധനൻ അപഹരിച്ചുവെന്നും കാട്ടിൽ കിട്ടിയ കായ്ക്കളും മാംസവും തിന്നുകൊണ്ടാണ് തങ്ങൾ ജീവിക്കുന്നതെന്നും പറഞ്ഞ് യുധിഷ്ഠിരൻ ബ്രാഹ്മണരുടെ അനുയാത്രയെ മുടക്കാൻ ശ്രമിക്കുന്നു. വയം തു ഹൃതസർവസ്വ ഹൃതരാജ്യ ഹൃതശ്രിയ ഫലമൂലമിഷാഹാര വനം യാസ്യാമ ദുഃഖിതാഹ ആഹരേ യുർഹിമേ യേബി ഫലമൂലമൃഗാംസ്തഥാ ഇമേ ശോക ജൈർദുഃഖൈർഭ്രാതരോ മേ വിമോഹിതാഹ എന്ന 2 ശ്ലോകങ്ങൾ ആ ഘട്ടത്തിൽ യുധിഷ്ഠിരൻ പറയുന്നവയായിട്ടുണ്ട്. ഗോരഖ്പൂരുകാരുടെ പതിപ്പിലാകട്ടെ അവ താഴെ കാണും വിധം തിരുത്തിയിരിക്കുന്നു. വയം ഹി ഹൃതസർവസ്വ ഹൃതരാജയ ഹൃതശ്രിയ ഫലമൂലാശനാഹാര വനം ഗച്ഛാമ ദുഃഖിതാഹ ആഹാരേ യുരിമേ യേവി ഫലമൂലമധൂനിച്ച ത ഇമേ ശോക ജൈർദുഃഖൈർഭ്രാതരോ മേ വിമോഹിതാഹ. ഭണ്ഡാർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ആദ്യ പാഠം പ്രാധാന്യേന സ്വീകരിച്ച് രണ്ടാമത്തേത് പാഠാന്തരമായി കാണിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തർ ഓരോ ഉദ്ദേശത്തെ മുൻനിർത്തി നടത്തിയ ആവോബോധ്വാപങ്ങളുടെ ഫലമായിട്ടാണ് ഭാരതത്തിന് ഇത്രയധികം പരസ്പര ഭിന്നങ്ങളായ പതിപ്പുകൾ ഉണ്ടായിട്ടുള്ളത്. പാണ്ഡവരെ ഹണീബി കുടിപ്പിച്ച ഗോരഖ്പൂരിലെ എഡിറ്റിംഗ് സിംഹങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഹരിശർമ്മ പറയുന്നത്. വിനോദേ, ബൈബിളിലെ വാക്ക് തിരുത്താൻ എന്തുകൊണ്ടാണ് നീ ഇത്ര കഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. കാരണം നിൻ്റെ സ്വന്തം മതഗ്രന്ഥങ്ങളിൽ നടന്ന സർജറിയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. വ്യാസൻ എഴുതിയ മഹാഭാരതത്തെ പോലും വെട്ടിത്തിരുത്തി പാണ്ഡവരെ നിർബന്ധിച്ച് വെജിറ്റേറിയനാക്കിയ നിൻ്റെയൊക്കെ ആചാര്യന്മാരുടെ തനിനിറം ഞങ്ങൾ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. വെറുതെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമ നടപടിക്ക് പോകുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വീഡിയോ ഒക്കെ ഇറക്കാതിരുന്നെങ്കിൽ ഇതൊക്കെ നാട്ടുകാരറിയാമായിരുന്നോ? ഇപ്പോൾ അങ്ങനെ വീഡിയോ ഇറക്കിയത് കൊണ്ടാണ് ഇതൊക്കെ ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. ഈ മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ അതിൻ്റെ 2-ാം അധ്യായം, അപ്പോൾ ചൂതുകളിയിൽ പരാജയപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട പാണ്ഡവർ കാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ കൂടെ വരാൻ തയ്യാറായ ബ്രാഹ്മണരോട് യുധിഷ്ഠിരൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഞങ്ങളുടെ രാജ്യം പോയി, സമ്പത്ത് പോയി, ഐശ്വര്യം പോയി, സർവസ്വവും പോയി. ഇനി കാട്ടിൽ കിട്ടുന്ന കായ്കനികളും മാംസവും തിന്നാണ് ഞങ്ങൾ ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരരുത്, കഷ്ടപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യാസൻ എഴുതിയ ഒറിജിനൽ ശ്ലോകം നമുക്ക് നോക്കാം. വയം തു ഹൃതസർവസ്വ ഹൃതരാജ ഹൃതശ്രിയ
ഫലമൂലമിഷാഹാര വനം യാസ്യാമ ദുഃഖിതാഹ. ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളും എടുത്ത് നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. വയം, വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. തു എന്ന് പറഞ്ഞാൽ ആകട്ടെ, അത് ഞങ്ങളാകട്ടെ, അതാണ്. ഹൃദസർവസ്വ, സർവസ്വവും ഹൃതമായി, അപഹൃതമായി എന്ന് വെച്ചാൽ അപഹരിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, സർവസ്വവും നഷ്ടപ്പെട്ടു. ഹൃദരാജ്യ, രാജ്യം നഷ്ടപ്പെട്ടവരായി. ഹൃദശ്രിയ, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, അപ്പോൾ ഐശ്വര്യം അല്ലെങ്കിൽ സമ്പത്ത്, പ്രതാപം, ഇതൊക്കെ നഷ്ടപ്പെട്ടവരായി. ഫലമൂലാമിഷാഹാര, ഇതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫലമൂലാമിഷാഹാര എന്ന് പറയുന്നത് ഒറ്റ വാക്കാണെങ്കിൽ അത് പല വാക്കുകൾ കൂട്ടിച്ചേർന്നതാണ്. അതായത് ഫലം, മൂലം, ആമിഷം, ആഹാര. ഫലം എന്ന് പറഞ്ഞാൽ പഴം, നമുക്കറിയാം ഫലം പഴമാണ്. മൂലം എന്ന് പറയുന്നത് കിഴങ്ങാണ്, അല്ലെങ്കിൽ വേര്. വരുന്ന പച്ചവേര് ആരും തിന്നില്ല, വേരിലുണ്ടാവുന്ന കിഴങ്ങുകളാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ കിഴങ്ങാണ്. ആമിഷം, ആമിഷം എന്ന് പറഞ്ഞാൽ മാംസം എന്നാണ് അർത്ഥം. മീറ്റ്, ഇറച്ചി, ഇറച്ചി, മനസ്സിലായ? ആമിഷം, മാംസം. ആഹാര, ആഹാരമാക്കുന്നവർ. വനം, വനത്തിലേക്ക് അല്ലെങ്കിൽ കാട്ടിലേക്ക്. യാസ്യാമ, പോകുന്നു അല്ലെങ്കിൽ യാത്രയാകുന്നു. ദുഃഖിതാഹ, ദുഃഖിതരായിട്ട്, വലിയ വിഷമത്തോടുകൂടി ദുഃഖിതരായിട്ട് ഞങ്ങൾ പോകുന്നു. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെ വരും: ഞങ്ങളാകട്ടെ സർവസ്വവും നഷ്ടപ്പെട്ടവരാണ്, ഞങ്ങളുടെ രാജ്യവും ഐശ്വര്യവുമെല്ലാം അപഹരിക്കപ്പെട്ട് കഴിഞ്ഞു. വലിയ ദുഃഖത്തോടെ കാട്ടിലെ പഴങ്ങളും കിഴങ്ങുകളും മാംസവും ഒക്കെ ഭക്ഷിച്ച് ജീവിക്കാനായി ഞങ്ങൾ കാട്ടിലേക്ക് പോവുകയാണ്. മനസ്സിലായി? ഇവിടെ യുധിഷ്ഠിരൻ പച്ചയ്ക്ക് പറയുകയാണ്, ഞങ്ങൾ പഴവും കിഴങ്ങും മാംസവും തിന്നാണ് ഇനി ജീവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഈ ഗോരഖ്പൂർ ഗീതാ പ്രസ്സുകാർക്ക് സഹിച്ചില്ല. അയ്യോ, പാണ്ഡവർ ഇറച്ചി തിന്നാനോ? ഞങ്ങൾ സമ്മതിക്കില്ല, പാണ്ഡവരെ ഞങ്ങൾ ഇറച്ചി തീറ്റിക്കില്ല. അവർ ഉടനെ എടുത്തു പേന വെട്ടി ശ്ലോകം ഠം എഡിറ്റ് ചെയ്യാണ്. എന്താണ് അവർ തിരുത്തിയത്? എങ്ങനെയാണെന്നറിയോ? വയം ഹി ഹൃദസർവസ്വ ഹൃദരാജയാ ഹൃദശ്രിയ ഫലമൂലാശനാഹാര വനം ഗച്ഛാമ ദുഃഖിതാഹ. അതായത് ഫലമൂലമിഷാഹാര എന്നതിനെ ഫലമൂലാശനാഹാര എന്നാക്കി മാറ്റി. വ്യത്യാസം എന്താണെന്നറിയോ? ഫല എന്ന് പറഞ്ഞാൽ ഫലം, പഴം. മൂലം എന്ന് പറഞ്ഞാൽ കിഴങ്ങ്, ഫലമൂലം, പഴവും കിഴങ്ങുകളും. അശന, ആമിഷം എന്നുള്ളത് അശനാന്നാക്കി. അശന എന്ന് പറഞ്ഞാൽ ഭക്ഷണം അല്ലെങ്കിൽ കഴിക്കൽ, ഭക്ഷണം, അശന. ആഹാര, ആഹാരമാക്കുന്നവർ എന്ന് വെച്ചാൽ പഴങ്ങളും കിഴങ്ങുകളും ഭക്ഷണമായി കഴിക്കുന്നവർ. അപ്പോൾ അതിൻ്റെ ശ്ലോകത്തിൻ്റെ മൊത്തം അർത്ഥം ഇങ്ങനെയാണ്: തീർച്ചയായും സർവസ്വവും രാജ്യവും ഐശ്വര്യവും നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. പഴങ്ങളും കിഴങ്ങുകളും മാത്രം ഭക്ഷണമായി കഴിച്ചുകൊണ്ട് അതീവ ദുഃഖത്തോടെ ഞങ്ങൾ കാട്ടിലേക്ക് പോകുന്നു. എങ്ങനെയുണ്ട്? പഴവും കിഴങ്ങും മാംസവും തിന്ന് ജീവിക്കാൻ കാട്ടിലേക്ക് പോകുന്നവരാണ് ഞങ്ങൾ എന്ന് വ്യാസൻ എഴുതിയ യുധിഷ്ഠിരൻ്റെ വാക്കിനെ ഗോരഖ്പൂർ ഗീതാ പ്രസ്സുകാരെ പഴങ്ങളും കിഴങ്ങുകളും മാത്രം ഭക്ഷണമായി കഴിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോകുന്നവരാണ് ഞങ്ങൾ എന്നാക്കി തീർത്തു. ഒരൊറ്റ വാക്ക് തിരുത്തിയതിലൂടെ പാണ്ഡവരുടെ മെനുവിൽ നിന്ന് ചിക്കനും മട്ടനും ബീഫും പോർക്കും ഫിഷും ഒക്കെ അവരങ്ങ് എടുത്തു കളഞ്ഞു. ഒക്കെ എടുത്തു കളഞ്ഞു. എന്നിട്ട് അവരെ വേഗൻസ് ആക്കി മാറ്റി, വെജിറ്റേറിയൻസ്. അതാണ് അടുത്ത ശ്ലോകത്തിലുള്ളത്. അവിടെയാണ് ശരിക്കും തമാശ. ആഹാരേ യുർഹിമേ ഏവി ഫലമൂല മൃഗാംസ്തഥ ത ഇമേ ശോക ജൈർദുഃഖൈർ ഭ്രാതരോ മേ വിമോഹിതാഹ. ഇതാണ് ഒറിജിനൽ ശ്ലോകം. എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഏ അബി, യാതൊരുവരാണോ, മേ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി, ഫലമൂല മൃഗാം എന്ന് വെച്ചാൽ പഴങ്ങളും കിഴങ്ങുകളും മാംസവും. മൃഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൃഗം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഏതെങ്കിലും മൃഗത്തെ പിടിച്ചുകൊണ്ട് വരികയല്ല, മൃഗത്തെ വേട്ടയാടിയിട്ട് കൊണ്ടുവരുന്നതാണ്. എന്ന് വെച്ചാൽ ഇറച്ചിക്ക് വേണ്ടി. ഇവിടെ പഴങ്ങളുടെ ഒപ്പവും കിഴങ്ങുകളുടെ ഒപ്പമാണ് ഈ മൃഗത്തെയും പറയുന്നത്. എന്ന് വെച്ചാൽ പഴം തിന്നാനാണ്, കിഴങ്ങ് തിന്നാനാണ്, ഈ മൃഗവും തിന്നാൻ വേണ്ടി തന്നെയുള്ളതാണ്. അതാണ് അവിടെ പറയുന്നത്. അതിൻ്റെ മുകളിൽ പറയുകയും ചെയ്തിരുന്നു, ഞങ്ങൾ മാംസം തിന്നിട്ടാണ് ഇനി ജീവിക്കാൻ പോകുന്നത്, പഴവും കിഴങ്ങും മാംസം തിന്നിട്ടാണ് ജീവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മൃഗം എന്ന് പറഞ്ഞിരിക്കുന്നത് കേവലം ജീവനുള്ളൊരു മൃഗത്തെ വളർത്താൻ വേണ്ടിയിട്ട് പിടിക്കുന്ന കാര്യമല്ല, വേട്ടയാടിയിട്ട് ഇറച്ചി കൊണ്ടുവരുന്ന കേസ് തന്നെയാണ് പറയുന്നത്. ഫലമൂല മൃഗാം, പഴങ്ങളും കിഴങ്ങുകളും മാംസങ്ങളും. തഥാ, അതുപോലെ. ആഹരേ യുഹി, അത് കൊണ്ടുവന്ന് തരേണ്ടത് അല്ലെങ്കിൽ ശേഖരിച്ച് കൊണ്ടുവരേണ്ടത്. ത ഇമേ മേ ഭ്രാതരോ, എൻ്റെ ഈ സഹോദരന്മാർ. ശോകജൈ, ശോകത്തിൽ നിന്നും ജനിച്ച അല്ലെങ്കിൽ സങ്കടത്താൽ ഉണ്ടായ. ദുഃഖൈഹ,
ദുഃഖങ്ങളാൽ അല്ലെങ്കിൽ മനോവിഷമത്താൽ വിമോഹിതാഹ, അവർ എന്താണ് മോഹാലസ്യപ്പെട്ടവരായി വിമോഹിതരായി തീർന്നു അല്ലെങ്കിൽ വിവശരായിട്ടിരിക്കുന്നു. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്: എനിക്ക് വേണ്ടി കാട്ടിൽ നിന്ന് പഴങ്ങളും കിഴങ്ങുകളും മൃഗങ്ങളെയും വേട്ടയാടി കൊണ്ടുവരേണ്ടവരാണ് എൻ്റെ ഈ സഹോദരന്മാർ. എന്നാൽ അവരിപ്പോൾ കടുത്ത ശോകത്താൽ ഉണ്ടായ ദുഃഖം കാരണം തളർന്ന് വിവശരായിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് ഭക്ഷണം ശേഖരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം വന്നാൽ, ഇത് യുധിഷ്ഠിരാണല്ലോ ഇത് പറയുന്നത് നാട്ടുകാരോട്, ഞങ്ങളും താങ്കളുടെ കൂടെ കാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഭക്ഷണം, എനിക്ക് ഭക്ഷണം കൊണ്ടുതരാൻ പോലും കഴിയാതെ എൻ്റെ സഹോദരന്മാരാകെ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഭക്ഷണവും കിട്ടാത്ത സ്ഥിതി വരുന്നുണ്ട്, നിങ്ങൾ മടങ്ങി നാട്ടിലേക്ക് തന്നെ പോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ ഫലമൂല മൃഗാംസ്തഥ എന്നുള്ള വാക്കുണ്ടല്ലോ, ഫലമൂല മൃഗാം. അതിൽ ആ മൃഗം എന്ന് പറയുന്നത് മൃഗങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ വേട്ടയാടിയ മൃഗങ്ങളെ. അപ്പോൾ കാട്ടിൽ കിട്ടുന്ന പഴങ്ങളും കിഴങ്ങുകളും പിന്നെ മൃഗങ്ങളെയും ഞങ്ങൾ ആഹാരമാക്കൂ എന്നാണ് വ്യാസൻ എഴുതിയത്. പക്ഷേ നമ്മുടെ ഗോരഖ്പൂർ എഡിറ്റർമാർക്ക് ഇത് കണ്ടപ്പോൾ കലി കയറി. മൃഗങ്ങളോ? നോവേ, യാതൊരു സാധ്യതയില്ല. അവർ പറഞ്ഞു എടുക്കടാ പേന, വെട്ടടാ ശ്ലോകം. അങ്ങനെ ആ ശ്ലോകം അവർ വെട്ടിത്തിരുത്തി, മനസ്സിലായിട്ട് ഇങ്ങനെയാക്കി: ആഹരേ യുരിമേ ഏബി ഫലമൂല മധൂനിച്ച. കണ്ടോ മാജിക്ക് കണ്ടോ? മൃഗാൻ എന്ന വാക്ക് മാറ്റിയിട്ട് മൃഗാംസ്തത, മൃഗാം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് അവരവിടെ മധൂനി എന്നാക്കി. മധൂനി, മധൂനി എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയോ? മധു, തേൻ, മനസ്സിലായ? ഹണി. അതായത് കാട്ടിൽ പോയ പാണ്ഡവർ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് തിന്നുകയായിരുന്നില്ല, മറിച്ച് തേനീച്ച ഫാമൊക്കെ നടത്തി തേനീച്ചകളെ വളർത്തി തേൻ കുടിച്ച് ജീവിക്കുകയായിരുന്നു എന്ന്. മനസ്സിലായി? അതാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. പാണ്ഡവരെ ഇവർ ഹണീബി കുടിയന്മാരാക്കി മാറ്റി. വേലി തന്നെ വിളവ് തിന്നുക എന്ന് കേട്ടിട്ടില്ലേ? അതാണിത്. സംരക്ഷിക്കേണ്ടവർ തന്നെ ഗ്രന്ഥത്തെ നശിപ്പിച്ചു. ഞങ്ങളുടെ ഗ്രന്ഥമല്ല, ആർഷഭാരത സംസ്കാരത്തിൻ്റെ മഹിമ പറയുന്ന മഹാഭാരതത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ നശിപ്പിച്ചു. ഇതിനെയാണ് തന്നിഷ്ടം പോലെ പാഠം മാറ്റുന്ന സമ്പ്രദായം എന്ന് ഹരിശർമ്മ വിളിക്കുന്നത്. സ്വന്തം മതഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്ന മാംസം എന്ന വാക്കുപോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, അത് തിരുത്തി തേനാക്കി മാറ്റുന്ന ഇത്രയും ആത്മവിശ്വാസമില്ലാത്ത ഭീരുക്കളായ പണ്ഡിതന്മാരാണ് ഈ വിനോദിൻ്റെയൊക്കെ മതഗ്രന്ഥങ്ങൾ അച്ചടിച്ച് പുറത്തിറക്കുന്നത്. അകത്തൊന്ന് പുറത്തൊന്ന് എന്ന പഴഞ്ചൊല്ല് പോലെയാണ് ഇവരുടെ കാര്യം. പുസ്തകത്തിലുള്ളതൊന്ന് ഇവർ പ്രചരിപ്പിക്കുന്നത് വേറൊന്ന്. എന്നാലും നമുക്കിനി ഹരിശർമ്മ എഴുതിയതിലേക്ക് മടങ്ങിപ്പോകാം. ഇത്തരം ആവാബോധ്വാപങ്ങൾ സ്വാഭാവികമായി മഹാഭാരതത്തിലെ ശ്ലോകസംഖ്യയെയും ബാധിക്കുമല്ലോ. ഇത് ഈ വാക്കിൻ്റെ അർത്ഥം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഈ ആവോബോധ്വാപങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കലുകളും വെട്ടിമാറ്റലുകളും എന്നാണ്. അഡീഷൻസ് ഉണ്ടല്ലോ, അഡീഷൻസും ഡിലീഷൻസും. ഇതൊരു സമാസപദമാണ്. ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. അതായത് ആവാപം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, നിക്ഷേപിക്കുക എന്നൊക്കെയാണ്. ഉള്ളതിലേക്ക് വീണ്ടും ചേർക്കുക. നിക്ഷേപം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പോൾ നിക്ഷേപിക്കുക, ഉള്ളതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ഒരു മൂലഗ്രന്ഥത്തിലില്ലാത്ത കാര്യങ്ങൾ പിൽക്കാലത്ത് എഴുതുന്നവർ സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടിച്ചേർക്കുന്നതിനെയാണ് ആവാപം എന്ന് പറയുന്നത്. ഇനി ഉദ്വാപം എന്ന് പറഞ്ഞാലോ, അതിൻ്റെ ഓപ്പോസിറ്റാണ്. എടുത്തു മാറ്റുക, ഉള്ളതിൽ നിന്ന് എടുത്തു മാറ്റുക, ഒഴിവാക്കുകയാണ്, റിമൂവ് ചെയ്യുകയാണ്. അതായത് മൂലഗ്രന്ഥത്തിലുള്ള ചില ഭാഗങ്ങൾ പിൽക്കാലത്ത് പകർത്തി എഴുതുന്നവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ എടുത്തു കളയാണ്, നീക്കം ചെയ്യുന്നതിനെയാണ് ഉദ്വാപം എന്ന് പറയുന്നത്. ഈ മഹാഭാരതം പോലുള്ള പുരാണങ്ങൾ കാലങ്ങളായിട്ട് കയ്യെഴുത്ത് പ്രതികളിലൂടെയൊക്കെയാണല്ലോ പകർന്നു വന്നത്. അച്ചടിയൊക്കെ പിന്നല്ലേ വരുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശത്തുമുള്ള പണ്ഡിതന്മാരും എഴുത്തുകാരും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ശ്ലോകങ്ങൾ കൂട്ടിച്ചേർക്കുകയും എന്ന് വെച്ചാൽ ആവാപം ചെയ്യുകയും ഒഴിവാക്കുകയും എന്ന് വെച്ചാൽ ഉദ്വാപം ചെയ്യുകയും ചെയ്തു. അതാണ് ഹരിശർമ്മ പറയുന്നത്. നമുക്കത് വായിക്കാം. ഇത്തരം ആവാബോധ്വാപങ്ങൾ സ്വാഭാവികമായി മഹാഭാരതത്തിലെ ശ്ലോകസംഖ്യയെയും ബാധിക്കുമല്ലോ. ആദിപർവം പർവ്വസംഗ്രഹാധ്യായത്തിൽ ഓരോ പർവ്വത്തിലും ഇത്ര അധ്യായങ്ങളും ഇത്ര ശ്ലോകങ്ങളും വീതമുണ്ടെന്ന് പറയുന്നുണ്ട്. അതനുസരിച്ചുള്ള ശ്ലോകസംഖ്യ എന്നല്ല, പർവ്വസംഖ്യ പോലും പല പതിപ്പുകളിലും ഒത്തുകാണുന്നില്ല. ചില വിരുദ്ധന്മാർ പർവ്വസംഗ്രഹാധ്യായത്തിലെ കണക്ക് പോലും മാറി എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. വനപർവ്വത്തെ സംബന്ധിച്ച ചില കണക്കുകളിൽ നിന്ന് ഇത് തെളിയിക്കാം. ഏതദാരണ്യകം പർവ്വ തൃതീയം പരികീർത്തിതം ഏകാദശ സഹസ്രാണി ശ്ലോകാനാം ഷഡ്ശതാനി ച ചതുഷ്ഷഷ്ടിസ്തഥാ ശ്ലോക പർവണ്യസ്മിൻ പ്രകീർത്തിതാഹ.
ഇതാണ് വനപർവ്വത്തിലെ ശ്ലോകങ്ങളുടെ കണക്ക്. ഇതനുസരിച്ച് ആ പർവ്വത്തിൽ വേണ്ട ശ്ലോകങ്ങളുടെ സംഖ്യ 11,664 ഗീതാപ്രസ്സുകാരും ഈ പ്രമാണം ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ പുസ്തകത്തിൽ ശ്ലോകങ്ങളുടെ സംഖ്യ 12,276 മാറുന്നുണ്ട്. ഭണ്ഡാർക്കാർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ വനപർവ്വത്തിൽ 10,316 ശ്ലോകങ്ങളാണുള്ളത്. കൽക്കത്ത, കുംഭകോണം, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ അച്ചടിച്ച പുസ്തകങ്ങളിലെ ശ്ലോകസംഖ്യ യഥാക്രമം 12,848, 12,476, 12,002, 11,136 എന്നിങ്ങനെയാണ്. ഓരോരുത്തരും പാഠങ്ങളിൽ ഇഷ്ടം പോലെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നല്ലേ ഇതിൽ നിന്ന് തെളിയുന്നത്. ഇൻഡോറിലെ ഒരു ഗ്രന്ഥത്തിൽ കാണുന്ന ശ്ലോകസംഖ്യ ഇതിൽ നിന്നൊക്കെ ഭിന്നമാണ്, 11,964. അതനുസരിച്ച് പർവ്വസംഗ്രഹാധ്യായത്തിലെ പ്രമാണ ശ്ലോകത്തിൽ മാറ്റം വരുത്താനും അവർ മടിച്ചിട്ടില്ല. ഏകാദശ സഹസ്രാണി തഥാ നവശതാനി ച ചതുഷ്ഷഷ്ടിസ്തഥാ ശ്ലോക പർവൈ തത് പരികീർത്തിതം. ഇത് മഹാഭാരതമാണോ അതോ ലോട്ടറി നറുക്കെടുപ്പാണോ വിനോദേ? അല്ല, ഇത്രയധികം നമ്പറുകൾ കണ്ടുകൊണ്ട് ചോദിച്ചത് അതിൽ വല്ല ലോട്ടറിയുടെ എങ്ങാനും നറുക്കെടുപ്പാണെന്നോ? ഇത് ശ്ലോകങ്ങളുടെ ലേലം വിളിയല്ലേ? ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ശ്ലോകങ്ങളിൽ ലേലം വിളിച്ചെടുക്കുകയാണ്. ഓരോരോ പ്രസ്സുകാരെ സംസ്കൃതത്തിൽ തന്നെ ഈ മഹാഭാരതം ഇറക്കുകയാണ്. സംസ്കൃതത്തിലാണ്, മൂലഭാഷയിൽ ഇറക്കുകയാണ്. അതിലാണ് ഓരോരുത്തർ ശ്ലോകം വിളിച്ച് ഓരോരോ സംഖ്യ പറയുന്നു. ആ സംഖ്യ അനുസരിച്ചുള്ള ശ്ലോകങ്ങൾ വെച്ച് അങ്ങോട്ട് ഇതാക്കുന്നത്. ഈ മഹാഭാരതം എന്ന് പറയുന്നത് വ്യാസൻ എഴുതിയ ഒരൊറ്റ ഗ്രന്ഥമാണെന്നാണ് പൊതുവെ എല്ലാവരുടെയും വിചാരം. പക്ഷെ സത്യം അതല്ല. സത്യം എന്താണെന്നറിയോ? ഓരോ നാട്ടിലും ഓരോ പ്രസ്സിലും വ്യാസന്മാർ പലതാണ്. മനസ്സിലായ? ഓരോ നാട്ടിലും ഓരോ പ്രസ്സിലും വ്യാസന്മാരുണ്ട്. ഇന്നും ഉണ്ട് വ്യാസന്മാർ. അതുകൊണ്ടാണ് അവർ ഇന്നും മഹാഭാരതത്തിൽ പല ശ്ലോകങ്ങളും എഴുതി ചേർക്കുന്നത്. നമുക്ക് ഈ ഹരിശർമ്മ പറഞ്ഞ വനപർവ്വത്തിൻ്റെ കണക്കൊന്ന് നോക്കാം. അവിടെ പർവ്വസംഗ്രഹ അധ്യായം എന്നൊരു ഭാഗമുണ്ട്. അതായത് ഈ പർവ്വത്തിൽ ആകെ എത്ര ശ്ലോകങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് പേജാണത്, അങ്ങനെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ വ്യാസൻ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഏതദാരണ്യകം പർവ്വതൃതീയം പരികീർത്തനം ഏകാദശ സഹസ്രാണി ശ്ലോകാനാം ഷഡ്ശതാനി ച ചതുഷ്ഷഷ്ടിസ്തഥാ ശ്ലോക പർവണ്യസ്മിൻ പ്രകീർത്തിതാഹ. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഏതെന്ന് പറഞ്ഞാൽ ഇത്. ആരണ്യകം, അത് ആരണ്യകം നമുക്കറിയാം, വനമാണ്, കാട്. അതായത് വനപർവ്വമാണ് ഇത്. അപ്പോൾ വനവുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതത് ആരണ്യക പർവ്വം എന്ന് പറഞ്ഞാൽ ഈ വിഭാഗം, പർവ്വം. തൃതീയം, മൂന്നാമത്തെ. പരികീർത്തനം എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ പറയപ്പെടുന്നു. ഏകാദശ 11. ഏകം എന്ന് പറഞ്ഞാൽ 1, ദശ എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ ഏകാദശ 1 + 10 11. സഹസ്രാണി ആയിരങ്ങൾ. അപ്പോൾ ഏകാദശ സഹസ്രാണി എന്ന് പറഞ്ഞാൽ 11 ആയിരങ്ങൾ. ശ്ലോകാനാം ശ്ലോകങ്ങളുടെ. ഷട്ട് എന്ന് പറഞ്ഞാൽ 6. നമുക്കറിയാം ഷഡ്ഭുജം നമ്മൾ പറയാറുണ്ടല്ലോ, 6 ഭുജങ്ങളുള്ളത് ഷഡ്ഭുജം. ഷട്ട് 6. ശതാനി നൂറുകൾ. അപ്പോൾ 6 നൂറുകൾ എന്ന് വെച്ചാൽ ഷട്ട് ശതാനി എന്ന് പറഞ്ഞാൽ 600. 6 നൂറുകൾ 600. ച എന്ന് പറഞ്ഞാൽ എന്ന് അതായത് ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയുന്നില്ലേ, രണ്ടെണ്ണത്തിനെ തമ്മിൽ യോജിപ്പിക്കുന്നത്. ചതു 4. ഷഷ്ടി 60. അപ്പോൾ ചതുഷ്ഷഷ്ടി എന്ന് പറഞ്ഞാൽ 4 + 60 അപ്പോൾ 64. തഥാ അപ്രകാരം. ശ്ലോക ശ്ലോകങ്ങൾ. പർവണ്യസ്മിൻ ഈ പർവ്വത്തിൽ, അതായത് പർവണി + അസ്മിൻ, പർവണ്യസ്മിൻ ഈ പർവ്വത്തിൽ. പ്രകീർത്തിതാഹ പറയപ്പെട്ടിരിക്കുന്നു. ഈ പർവ്വത്തിൽ പറയപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്. ഇത് മൂന്നാമത്തെ പർവ്വമായ ആരണ്യക പർവ്വം അല്ലെങ്കിൽ വനപർവ്വം എന്ന് പറയപ്പെടുന്നു. ഈ പർവ്വത്തിൽ 11,664 ശ്ലോകങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായോ? 11,000 + 600 + 64 അപ്പോൾ 11,664 ശ്ലോകങ്ങൾ. അതാണ് വനപർവ്വത്തിൽ ഉണ്ടെന്ന് വ്യാസം പറയുന്നതാണ്. നമ്മളാരും പറയുന്നതല്ല. ഇത് ഒറിജിനലിലുള്ള സാധനമാണ്. അതായിരിക്കും ഒറിജിനലെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയില്ല ഇതിലേതാണ് ഒറിജിനലെന്ന്. എന്നാലും പൊതുവെ പറയപ്പെടുന്ന ഒറിജിനലായിട്ട് പരിഗണിക്കുന്ന സാധനമാണ് ഹരിശർമ്മ എടുത്തിട്ട് പറയുകയാണ് അതിനകത്ത് 11,664 ശ്ലോകങ്ങളുണ്ടെന്നാണ് വ്യാസം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് അച്ചടിക്കാൻ വേണ്ടി എടുത്ത വിനോദിൻ്റെ ആചാര്യന്മാരെന്താണ് ചെയ്തതെന്നറിയാമോ? അവർക്ക് ഈ കണക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. പിന്നെ നടന്നു ഒരുമാതിരി മീൻ മാർക്കറ്റിലെ ലേലം വിളി പോലത്തെ പരിപാടിയാണ്.
ഓരോരോ നമ്പറുകൾ വിളിക്കുന്നു, അതനുസരിച്ചുള്ള ശ്ലോകങ്ങൾ. നമ്മുടെ ഗീതാ പ്രസ്, ഗോരഖ്പൂരിൽ നിന്നുള്ള ഗീതാ പ്രസ്സുകാർ, അവർക്ക് കിട്ടിയത് 12,276 ശ്ലോകം അവരിറക്കിയ ഈ സംസ്കൃത മഹാഭാരതത്തിൽ. അതായത് ഒറിജിനലിനേക്കാൾ 612 ശ്ലോകങ്ങൾ കൂടുതലുണ്ട്. ഇനി കൽക്കത്തയിലെ പ്രസ്സുകാർ, അവർക്ക് ഇതൊന്നും പോരാ. ഈ ഗോരഖ്പൂർകാർ ഇറക്കിയ അത്ര കാര്യമില്ല, അത് കുറച്ചല്ലേ ഉള്ളൂ, ഞങ്ങളതിലും കൂട്ടും എന്നും പറഞ്ഞുകൊണ്ട് അവരിറക്കിയിരിക്കുന്നത് 12,848 ശ്ലോകങ്ങൾ. ഒറിജിനലിനേക്കാൾ 1,184 ശ്ലോകങ്ങളാണ് അതിൽ കൂടുതൽ. ഇനി കുംഭകോണത്തെ പ്രസ്സുകാർ അവരിറക്കിയിരിക്കുന്നത് 12,476 അവരുടെ ഇതിലുള്ള ശ്ലോകങ്ങളാണ്. അതായത് ഒറിജിനലിനേക്കാൾ 812 ശ്ലോകങ്ങളാണ് കൂടുതൽ. ഇനി ബോംബെ പ്രസ്സുകാർ അച്ചടിച്ചത് 12,002 ശ്ലോകങ്ങൾ അവരുടെ, അപ്പോൾ ഒറിജിനലിനേക്കാൾ 338 ശ്ലോകങ്ങൾ ഇവർക്ക് കൂടുതലുണ്ട്. പിന്നെ മദ്രാസുകാർ ഇറക്കിയത് അവർ കുറച്ച് പിശുക്കന്മാരാണ്. കാരണം അവരുടെ മഹാഭാരതത്തിലുള്ളത് വെറും 11,136 ശ്ലോകങ്ങളാണ്. എന്ന് വെച്ചാൽ ഒറിജിനലിനേക്കാൾ 528 ശ്ലോകങ്ങൾ കുറവാണ്. മാംസഭക്ഷണം പോലെ ഇക്കാലത്തെ ഹിന്ദുക്കൾ അംഗീകരിക്കാത്ത കാര്യങ്ങളൊക്കെ വ്യാസൻ എഴുതി വെച്ചത് കണ്ടപ്പോൾ ഈ മദ്രാസിലുള്ള പ്രസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരതൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. അതുകൊണ്ടാണ് കുറഞ്ഞിരിക്കുന്നത്. ഇനി ഭണ്ഡാർക്കാർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവർ, അവരിറക്കിയ മഹാഭാരതത്തിലുണ്ടല്ലോ, അതിനകത്ത് വെറും 10,316 ശ്ലോകങ്ങളേ ഉള്ളൂ. അത് ശ്ലോകമല്ല, ശോകം. അവരുടെ കാര്യം വെറും ശോകമായിപ്പോയി. അതായത് ഒറിജിനലിൽ നിന്നും 1,348 ശ്ലോകങ്ങൾ കുറവാണ് അവരുടെ മഹാഭാരതത്തിൽ. എൻ്റെ വിനോദം, ഇതെന്താ ലോട്ടറി നറുക്കെടുപ്പാണോ? ഓരോരുത്തരും ഇങ്ങനെ ഓരോ നമ്പർ കിട്ടാൻ. 11,000 ഇരിക്കേണ്ട സ്ഥാനത്ത് 12,000-ഉം 10,000 ഒക്കെയാണ് വരുന്നത്. ഇതൊക്കെ എങ്ങനെയാ? അപ്പോൾ കൂടുതലായി വന്ന ശ്ലോകങ്ങൾ ആരാ വിനോദം എഴുതിയത്? പ്രസ്സിലെ ജീവനക്കാരൊക്കെ എന്നു മുതലാ വിനോദ വ്യാസന്മാരായി മാറിയത്? അതല്ലെങ്കിൽ ഇനിയിപ്പോൾ വ്യാസൻ പ്രസ്സിനകത്ത് മഹാഭാരതത്തിൻ്റെ എഡിറ്റർമാരായ ആൾക്കാരെ വെച്ചിട്ടുണ്ടോ? അതായത് ഞാൻ എഴുതിയ സമയത്ത് കുറേയൊക്കെ അങ്ങോട്ട് ചവർ പോലെ എഴുതി കൂട്ടിയതാണ്, അതിൽ പലതും ആവശ്യമില്ലാന്ന് എനിക്കിപ്പോൾ അറിയാം, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, അതൊക്കെ എഡിറ്റ് ചെയ്യും, ഒന്ന് സെൻസർ ചെയ്യും, എന്നിട്ട് ഇന്നത്തെ കാലത്തിന് യോജിക്കാത്തതൊക്കെ എടുത്ത് കളഞ്ഞൊന്നും പറഞ്ഞ് വ്യാസൻ അതിനകത്ത് എഡിറ്റർമാരെ വെച്ചിട്ടുണ്ടോ? അറിയാണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ എഡിറ്റർമാരായി അവരെ വെച്ചതുകൊണ്ടാണോ വനപർവ്വത്തിൽ നിന്ന് 500-ഉം 1000-ഉം ശ്ലോകങ്ങളൊക്കെ അവർ വെട്ടിക്കളഞ്ഞത്? പക്ഷെ ഇവരെയൊക്കെ വെല്ലുന്ന വേറൊരു ടീമുണ്ട് കേട്ടോ. അവരുടെ മുമ്പിൽ ഇവരൊക്കെ ശിശുക്കളാണ്. അത് ഇൻഡോറുകാരാണ്. അവരുടെ കയ്യിൽ കിട്ടിയ പുസ്തകത്തിൽ ശ്ലോകങ്ങളുടെ എണ്ണം 11,964. അപ്പോൾ അവർ നോക്കുമ്പോൾ വ്യാസൻ ഇൻഡെക്സിൽ പറഞ്ഞ കണക്കുണ്ടല്ലോ 11,664, ആ ശ്ലോകങ്ങൾ, ആ കണക്ക് ഇതുമായിട്ട് യോജിക്കുന്നില്ല. 300 ശ്ലോകങ്ങൾ കുറവാണ്, യോജിക്കുന്നില്ല. അപ്പോൾ അവരെന്താ ചെയ്തതെന്നറിയാമോ? ബാക്കിയുള്ളവരെല്ലാം അവരുടെ സംസ്കൃതത്തിൽ അവരിറങ്ങും വേണ്ടി ഈ പർവ്വസംഗ്രഹ അധ്യായത്തിലുള്ള ശ്ലോകങ്ങളുണ്ടല്ലോ 11,664 എന്ന് പറയുന്ന ശ്ലോകങ്ങൾ, അതൊക്കെ അങ്ങനെ കൃത്യമായിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഇവരെന്ത് ചെയ്തറിയോ? ഇവർ ആ ഒറിജിനൽ കണക്ക് പറയുന്ന ശ്ലോകം ഉണ്ടല്ലോ, പർവ്വസംഗ്രഹത്തിലെ ഇൻഡെക്സ് ആയിരിക്കുന്ന ശ്ലോകം, അത് തന്നെ അങ്ങോട്ട് തിരുത്തി. അതായത് ഒറിജിനൽ ശ്ലോകത്തിൽ ഷഡ് ശതാനി, ഷഡ് എന്ന് പറഞ്ഞാൽ 6, ശതാനി എന്ന് പറയുന്നത് 100കൾ, അപ്പോൾ 6 100കൾ 600, അതാണ് ഉണ്ടായിരുന്നത് ഒറിജിനൽ ശ്ലോകത്തിൽ. ഇൻഡോറുകാർ അത് വെട്ടിത്തിരുത്തി നവശതാനി, നവം എന്ന് പറഞ്ഞാൽ 9, നവ ശതം 100, അപ്പോൾ 900, 900, മനസ്സിലായി? അവരങ്ങോട്ട് മാറ്റിയത്. അതെ, ശ്ലോകം നോക്കിക്കോ, ഒറിജിനൽ വ്യാസൻ എഴുതിയതേ 11,000 ശ്ലോകാനാം ഷഡ് ശതാനിച്ച, അത് 11,600. ഇൻഡോറിലെ വ്യാസന്മാർ എഴുതിയത് എന്താണെന്നറിയോ? 11,000 തഥാ നവശതാനിച്ച, അതായത് 11,900. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ടീച്ചർമാർ കണക്ക് തന്നിരിക്കുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണക്ക് തെറ്റി, നമ്മൾ എഴുതിയ കണക്ക് തെറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? അത് തിരുത്തി ശരിയാക്കാൻ നോക്കും. അതല്ലേ സാധാരണ എല്ലാവരും ചെയ്യുക. തെറ്റിയെന്ന് കണ്ടാൽ തിരുത്തി ശരിയാക്കും. ചില ബിരുദന്മാരാണെങ്കിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ നോക്കിയിട്ട് അവൻ എഴുതിയതെങ്കിലും എഴുതി വയ്ക്കുക. അതൊക്കെയല്ലേ ചെയ്യുക, സാധാരണ അതേ ചെയ്യാറുള്ളൂ. ഇവന്മാർ അതൊന്നും ചെയ്യാൻ നിന്നില്ല. ഇൻഡോറുകാർ ഇവരെന്താ ചെയ്യുന്നറിയോ? ചോദ്യപേപ്പറിലെ ചോദ്യം തന്നെ തിരുത്തി. അതാ തിരുത്തിയത് ഇവർ. അതായത് ഞങ്ങൾ എഴുതി വെച്ച കണക്ക് ഇത് കറക്റ്റാണ്, അത് ആ ഉത്തരം കിട്ടുന്ന വിധത്തിലുള്ളൊരു ചോദ്യപേപ്പറിൽ വരുത്തണം. അതാണ് ഇവർ ചെയ്തത്. ഉത്തരത്തിന് അനുയോജ്യമായ വിധത്തിൽ ഇവർ ചോദ്യപേപ്പർ തിരുത്തുകയാണ്. അങ്ങനെയുള്ള ബുദ്ധിമാന്മാരായ വ്യാസന്മാരാണ് ഇൻഡോറിലിരിക്കുന്നത്. ഇതാണ് വിനോദിൻ്റെയൊക്കെ മതപാരമ്പര്യം. തന്നിഷ്ടം പോലെ പാഠം മാറ്റുക, ശ്ലോകം മാറ്റുക, എണ്ണം മാറ്റുക, സ്വന്തം സൗകര്യത്തിനനുസരിച്ച്
വ്യാസൻ എഴുതിയ നമ്പറും കണക്കും ശ്ലോകവും വരെ മാറ്റിമറിക്കുന്ന, 6 എന്നുള്ളതിനെ 9 ആക്കുന്ന ഇത്രയും എഡിറ്റിങ് നടത്തിയിട്ടുള്ള ആ ഗ്രന്ഥങ്ങളാണ് വിനോദിൻ്റെ കയ്യിലിരിക്കുന്നത്. എഡിറ്റിംഗ് സിംഹങ്ങളാണ് ഇവരുടെയൊക്കെ പ്രസ്സിലിരിക്കുന്നത്. മനസ്സിലായ? എഡിറ്റിംഗ് സിംഹങ്ങൾ. വനപർവ്വത്തിൽ മാത്രം ഇത്രയും കൃത്രിമം കാണിച്ചവർ ബാക്കിയുള്ള പർവ്വങ്ങളിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാകും? അപ്പം ഇതൊക്കെ കണ്ടുപഠിച്ചത് കൊണ്ടാകും ബൈബിളിലെ വാചകം കാണുമ്പോൾ ഇതൊന്ന് തിരുത്തിക്കൂടെ, ക്രിസ്ത്യാനികൾക്ക് ഇതൊന്ന് തിരുത്തിക്കൂടെ എന്ന് വിനോദിന് തോന്നുന്നത്. സ്വന്തം മതഗ്രന്ഥങ്ങളിൽ കാലാകാലങ്ങളായി വെട്ടിത്തിരുത്തലുകളൊക്കെ നടത്തി ശീലിച്ചതുകൊണ്ട് ബൈബിളും അങ്ങനെ തിരുത്താമെന്നാണ് വിനോദ് വിചാരിച്ചിരിക്കുന്നത്. മനസ്സിലായ? അതാണ് പ്രശ്നം. ഈ സൂചി പോയ വഴിയെ മാത്രമേ നൂല് പോകൂ എന്ന് പറയുന്നത് പോലെ ഗീതാ പ്രസ്സുകാരൊക്കെ കാണിച്ചു കൊടുത്ത അതേ വഴിയിലൂടെയാണ് വിനോദും സഞ്ചരിക്കുന്നത്. വിനോദ് ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, അല്ലേ? ഞങ്ങളുടെ വ്യാസൻ എഴുതിയ മഹാഭാരതത്തിലെ മാംസം എന്നുള്ളതൊക്കെ വെട്ടിമാറ്റി ഞങ്ങൾക്ക് അവിടെ ഫ്രൂട്ട് സലാഡ് ആക്കാമെങ്കിൽ, മൂക്കുമുട്ട നോൺ വെജ് കഴിച്ച് നടന്നിരുന്ന പാണ്ഡവരെ ഞങ്ങൾക്ക് ശുദ്ധ വെജിറ്റേറിയൻസ് ആക്കി മാറ്റാമെങ്കിൽ, പിന്നെന്താ ബൈബിളിൽ ഒരു വാക്ക് നിങ്ങൾക്ക് മാറ്റിക്കൂടെ? വിഗ്രഹാരാധികൾ എന്നുള്ളിടത്ത് അത് ക്രിസ്ത്യൻ വിഗ്രഹാരാധികളെന്ന് മാറ്റിക്കൂടെ എന്നായിരിക്കും വിനോദ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് വിനോദ് അങ്ങനെ പറഞ്ഞത്. വിനോദേ, ആ പരിപ്പ് ഇവിടെ വേവൂല കേട്ടാ, ഇവിടെ അത് വേവൂല. സ്വന്തം ഗ്രന്ഥങ്ങളിൽ നിങ്ങളുടെ പ്രസ്സുകാർ കാണിച്ച ആ കത്രിക വയ്ക്കൽ പരിപാടി ബൈബിളിൽ നടക്കില്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇതിനോട് കൂട്ടാനോ ഇതിൽ നിന്ന് കുറയ്ക്കാനോ പാടില്ല എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് കൽപ്പനയുണ്ട്. വിനോദ അക്കാര്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സ്വന്തം പുരാണങ്ങളിൽ വെള്ളം ചേർത്ത് അതിൽ തേനൊഴിച്ച് നേർപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിനോദ് ആദ്യം പോയി നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിലെ ഒറിജിനൽ ഏതാണെന്നും ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്നും പഠിക്കും. എന്നിട്ട് മതി ബാക്കിയുള്ളവൻ്റെ നെഞ്ചത്ത് കയറാൻ വരുന്നത്. മനസ്സിലായ? മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാൻ വരുന്നത് അതിന് ശേഷം മതി. വീഡിയോയുടെ ദൈർഘ്യം കൂടിപ്പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വെല്ലുവിളി വിനോദ് മറക്കണ്ട. ഞാൻ ഇറക്കിയ ആ വീഡിയോ ഞാൻ പിൻവലിക്കില്ല. അതിൻ്റെ പേരിൽ മാപ്പ് പറയുകയുമില്ല. വിനോദിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ കാവി കൗബീനത്തിന് വല്ല വിലയും വിനോദ് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കെതിരെ വിനോദ് നിയമ നടപടി സ്വീകരിക്കണം. വിനോദിൻ്റെ വീഡിയോയിൽ എനിക്കെതിരെ വിനോദ് ഉന്നയിച്ച പ്രധാന ആരോപണത്തിന് ഞാൻ ഈ വീഡിയോയിൽ മറുപടി പറഞ്ഞിട്ടില്ല. ദൈവം അനുവദിക്കുന്ന പക്ഷം ഇനി അടുത്ത എപ്പിസോഡുകളിൽ വേറെ വീഡിയോ വരുന്നുണ്ടല്ലോ, അതിനകത്ത് ഞാൻ മറുപടി പറയാം. എല്ലാത്തിനും മറുപടിയുണ്ട്, കൃത്യമായ മറുപടിയുണ്ട്. വിനോദ് എങ്ങനെയാണ് അവൻ്റെ വീഡിയോ കാണുന്ന സാധാരണക്കാരായ മനുഷ്യരെ വഞ്ചിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ആ വീഡിയോകൾ ഇറങ്ങുമ്പോൾ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.